അല്ല പാളയം തന്നെയല്ലേ നിങ്ങളും കണ്ടത്? അത് ശരി. അപ്പൊ കോഴിക്കോട് മാത്രല്ലേ പാളയുള്ളൂ? മന്തി കഴിക്കാൻ പോണ വഴിക്ക് കണ്ട ജ്യൂസ് ഒന്ന് കുടിക്കാൻ കയറിയതട്ടാ. ഇങ്ങനെ മുന്തിരിക്കിട്ടിട്ട് പാലൊഴിക്കണ കണ്ടപ്പോ തന്നെ എനിക്ക് അതിന്റെ ടേസ്റ്റ് എന്നാ പിന്നെ ഓർഡർ ചെയ്ത ആളെന്നോട് കുടിച്ചോട്ടെ വിചാരിച്ച് എവിടെ അങ്ങനെ വിശന്ന് കിണ്ടിയായി ഞാൻ കയറിയത് മന്തി കഴിക്കാനാണ്. മന്തി കഴിക്കാൻ പോണോട്ടെങ്കിൽ ഒരു തരി തൊയിരം തന്നൂടെ. അപ്പോഴും ഈ കപ്പിൾ ഗോൾസ് മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഇവിടുത്തെ കണക്കാണ് കേട്ടോ. പക്ഷെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ നല്ല കഴിച്ചു. ഇനി എനിക്കൊന്ന് വീട്ടിലെത്തി സുഖമായിട്ടുള്ള ഒരു ഉറക്കം പാസ്സാക്കിയാൽ മതി. എവിടെ ഇവര് വരുന്ന ലക്ഷണം കാണില്ല. അവസാനം കപ്പിൾ സ്പോട്ട് ആയിട്ടുള്ള ലുലുക്കന്നെ യാദൃശികമായിട്ട് അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഇവളെ തട്ടൻ ചുറ്റിലൊക്കെ കണ്ടപ്പോ ഞാൻ ചേച്ചി എന്താ ഇവൾക്ക് പറ്റി നോക്കുമ്പോ ഇവളെ കോട്ടക്കൽ സെയ്ത്തൂണിൽ പഠിച്ചത്ര ഇസ്ലാമിക് കോളേജ്. ഓരോരോ കാര്യങ്ങളെ ഇവിടെയാണെന്നില്ല ഫ്രീ ആയിട്ട് എന്തോ കൊടുക്കുന്നുണ്ട് കേട്ടിട്ട് വന്നാൽ തോന്നുന്നുണ്ട്. അജാതി തരം. ഇവള് വായോ ഫോട്ടോ എടുക്കാൻ തന്നപ്പോഴേ ഇന്റെ ശ്രദ്ധ മൊത്തം ഈ കവറിൽ. ഞാൻ കവറല്ലേ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇത് ഇതാ ക്യാമറയാണോ എനിക്കൊന്നാണ്ട് മനസ്സിലാവണില്ല. ഞങ്ങളൊക്കെ നിലത്തുകൂടെ നടക്കുമ്പോൾ പോണോക്ക്. പിന്നെ ഫുഡ് കോർട്ട് ഇരുന്നിട്ട് കാര്യമല്ല, വയറ് നിറച്ചിട്ടാ വന്നിട്ടുള്ളത്. അങ്ങനെ എന്താ എടുക്കും. ഇവിടെ ഈ പിള്ളേർ എന്തൊക്കെ കിടന്ന് കാട്ടും. ഈ സാധനത്തിലൊക്കെ കയറിയിട്ട് ഒന്നും ചിഹ്നമില്ല, അല്ലാണ്ട് വേറെ ഒന്നും കേട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് അവയ്ക്ക് മന്തി കഴിച്ച ക്ഷീണം എനിക്ക് മാത്രല്ല. കുറച്ചു നേരം ഓളെ ചെക്കനൊന്നും മാറി നിന്നേനാണ് പോനെ പോയി പിടിക്കും. പിന്നെ എവിടെയും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണല്ലോ. വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാന്നേ. അവിടെ നേരെ പോയത് ഭീമാപ്പള്ളി കട്ടാ. ഇനി കുറച്ച് ഈമാനുള്ള ബിലീസാവും. അവൾക്ക് പിന്നെ എവിടെ ചെന്നാലും തീറ്റ എന്നുള്ള വിചാരം തന്നെ ഉള്ളൂ. അതെ, നമ്മൾ കാത്തിരുന്ന് അങ്ങനെ സീ ഫുഡ് വന്നു. സീ ഫുഡിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും ഈ ഞണ്ട് കഴിച്ചിട്ട് വേറൊന്നും. അവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞ് അങ്ങനെ പുലർച്ചെ ഞാൻ തൃശ്ശൂരിലേക്കുള്ള ട്രെയിൻ കയറിയിട്ടാ കൊല്ലത്ത് ഇറങ്ങണേന്നുള്ളതാണ് കാണുന്നത്. എന്താ ചെയ്യാ പാവൻകുട്ടി എന്നെ വേണ്ടുള്ളൂ എല്ലാവരും. അപ്പോക്കേടെ കൂട്ടാ 2 ദിവസത്തെ ഉറക്കോ ക്ഷീണൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കിടന്നുറങ്ങട്ടെ. ബൈ.